എല്ലാവർക്കും നമസ്കാരം. ഗൾഫിൽ സാമ്പത്തിക മാന്ദ്യം വരികയാണ്. മലയാളികൾ ഏറ്റവും അധികം പ്രവാസികളായിട്ടുള്ളത് UAE-യിലാണ്. അവിടെ തന്നെ ദുബായ് സിറ്റിയിലാണ്. ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം UAE-യിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് എല്ലാം പിന്മാറുകയാണ്. അവിടുത്തെ പല റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുമൊക്കെ മുൻപ് വിൽക്കാൻ വെച്ചിരുന്നതിൻ്റെ 10-1 വിലയിട്ടിട്ടും അത് വിറ്റ് പോകുന്നില്ല. പിടിച്ചു നിൽക്കുവാൻ വേണ്ടി അവിടെ ബിസിനസ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ വളരെ എളുപ്പമാക്കുകയാണ്. എല്ലാം വളരെ ഈസിയാക്കി. എന്നിട്ടും രക്ഷയില്ല. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും തങ്ങൾ പ്രതിസന്ധിയിലാണ്, ഭാവി അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്നാലും പ്രത്യേകിച്ച് UAE ദുബായ് സിറ്റിയുടെയൊക്കെ കാര്യത്തിൽ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം തർക്കിക്കുന്നത് മലയാളി പ്രവാസികൾ തന്നെയാണ്. കാരണം അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സ്റ്റാറ്റസിനാണ് അതെന്തോ മോശമായിട്ട് ഇവർ കരുതുന്നത്. ഇന്ത്യയിൽ വലിയ വിലക്കയറ്റം വരുന്നു, നമ്മുടെ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ഇവിടെ കാണുന്നു, ചർച്ചകളിൽ കാണുന്നു. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഗൾഫിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാലാണ് ഇവിടെ ഏറ്റവും അധികം അത് ബാധിക്കുക. കാരണം നമ്മുടെ GSDP-യുടെ നല്ലൊരു ശതമാനവും ഇന്നും NRI റെമിറ്റൻസ് ആണ്. അതിൽ നല്ലൊരു ഭാഗവും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്, ഏറ്റവും കൂടുതൽ UAE-യിൽ നിന്നാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുബായ്, അബുദാബി എന്നീ എമിറേറ്റ്സുകളിൽ നിന്നാണ്. ഇവിടെ പെട്രോളും ഡീസലിനും ഒക്കെ 3-4 രൂപയൊക്കെ വെച്ച് കൂട്ടിയപ്പോൾ ഇതാണോ വലിയ വിലക്കയറ്റം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഒറ്റയടിക്ക് കൂട്ടിയാലാണ് നമുക്കിത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോ പ്രതിഷേധിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പോവുകയുള്ളൂ. പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും അത് ശ്രദ്ധിക്കില്ല. 1 ലിറ്റർ പെട്രോളിന് തന്നെ 20 രൂപയിലധികം ഉടനെ വില കൂട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതായത് നിസ്സാരമായിട്ടുള്ളൊരു വിലക്കയറ്റമൊന്നും അല്ല ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ചേർത്തലയിൽ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചപ്പോൾ 15 രൂപയാണ് ചായക്കെന്ന് പറഞ്ഞു. കടിയുടെ വിലയും അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്, എല്ലാത്തിനും 15 രൂപ. ഞാനൊരു കൂട്ടുകാരന് ഒരു തമാശ മട്ടിൽ ഇത് ചോദിച്ചപ്പോൾ ഗ്യാസിന് വില കൂട്ടിയപ്പോൾ ഒന്ന് വില കൂട്ടിയതാണ്, അതുകൂടാതെ ഇപ്പോൾ പെട്രോളിനും കൂടിയില്ല എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഇതാണ്, തോന്നുന്നിടത്ത് തോന്നുന്ന വിലയാണ് ഒരു ചായക്കാണെങ്കിൽ പോലും. കേരളത്തിൽ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ബോർഡുകൾ വെച്ച് തുടങ്ങി, പഴയ റേറ്റിന് ഇനി ഞങ്ങൾ വരില്ല, ഇത്രയും കിട്ടിയാലേ വരികയുള്ളൂ. ഇവിടെ കൂടാതെ എന്താണ്, നമ്മുടെയൊക്കെ വരുമാന മാർഗങ്ങളാണ്. കേരളത്തിന് ഇത്രയും നാൾ ഇതൊന്നും കുഴപ്പമില്ലാതിരുന്നത് ഗൾഫിൽ നിന്നുള്ള പണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ്. ലോകത്ത് മിക്ക നാടുകളിലും മലയാളി ഉണ്ടെന്ന് പറയുമ്പോൾ അവരെല്ലാം തിരിച്ചു വരാനുള്ള ലക്ഷണങ്ങളും കൂടെ കാണുമ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് ചിന്തിക്കുക. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ലക്ഷക്കണക്കിനാണ് UK-യിലും കാനഡയിലും അങ്ങനെ പല രാജ്യങ്ങളിലും ഒക്കെ പോയിരിക്കുന്നത്. അവിടെയും എന്താണ് സംഭവിക്കുന്നത്? അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, UK, കാനഡയൊക്കെ പണ്ടേ നമുക്കറിയാം. ഈ രാജ്യങ്ങളെല്ലാം നിയമങ്ങൾ കടുപ്പിക്കുകയാണ്. എന്തൊക്കെ ഓഫർ തന്നുകൊണ്ടാണോ ഇന്ത്യക്കാരെ മുഴുവൻ അവർ വിളിച്ചു കയറ്റിയത്, ഇപ്പോൾ അതെല്ലാം തിരുത്തുകയാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മിടുക്കന്മാർക്കേ പോകാൻ പറ്റുമായിരുന്നുള്ളൂ, നല്ല വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവരെ എടുക്കുമായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. പ്രത്യേകിച്ച് യുക്രൈനിൽ പ്രശ്നമൊക്കെ വന്നപ്പോൾ യൂറോപ്പിലെ തന്നെ മോശം രാജ്യങ്ങൾ, റൊമേനിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പണിക്ക് ആളെ കിട്ടാതായി. അതായത് ഇവിടെ ബംഗാളികൾ മുഴുവൻ ഇല്ലാതായെന്ന് പറയുന്നത് പോലെ ജോലി ചെയ്യാൻ പിന്നെ ആളെ വേണം. അപ്പോഴാണ് ഇന്ത്യക്കാരെ മുഴുവൻ സ്റ്റുഡൻറ് വിസ എന്നുള്ള പേരിൽ അങ്ങോട്ട് വരുത്താൻ തുടങ്ങിയത്, ഒരു കാര്യമില്ലാത്ത കോഴ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ, പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ മലയാളികളാണ്. യഥാർത്ഥത്തിൽ മലയാളികളല്ല, മുഴുവൻ നോർത്ത് ഇന്ത്യക്കാരായിരിക്കും. ഹിന്ദിയാണ് ആദ്യം പഠിക്കുക, വിദേശത്തേക്ക് പോവുക, പണം ഉണ്ടാക്കുക, ഇതാണല്ലോ നമ്മുടെ ശീലം. പക്ഷേ ഈ സാധ്യതകളൊക്കെ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ പലരും ചിന്തിക്കുന്നില്ല. കേവലം ഒരു മെഡിക്കൽ എമർജൻസി മതി നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാകാൻ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഇതേ ആളുകൾക്ക് ഒരു കാർ വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ, അതായത് ലോൺ എടുത്തിട്ട് കയ്യിലില്ലാഞ്ഞിട്ടും തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ലോണുകൾ എടുത്ത് ഇതൊക്കെ വാങ്ങുന്നതിന് പോലും ആർക്കും പ്രശ്നമില്ല. നേരെ മറിച്ച് മാസം 700 രൂപ മുതൽ 900 രൂപയൊക്കെ കൊടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ GST സർക്കാർ എടുത്തു മാറ്റിയത് കൊണ്ട് തന്നെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള നല്ല സമയമാണിപ്പോൾ. നിങ്ങളുടെ പ്രീമിയത്തിലൊക്കെ 18% വരെയൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാം. പക്ഷെ മിക്ക ആളുകളും കുടുങ്ങിപ്പോകുന്നതും കൺഫ്യൂഷൻ ആകുന്നതും ഒക്കെ എവിടെയാണ്? ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നോക്കിയെടുക്കാമെന്ന് പറയുമ്പോഴും അവിടെ 25-ലധികം കമ്പനികളും 100 കണക്കിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് എങ്ങനെ തിരിച്ചറിയും? എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുക, മനസ്സിലാക്കുക? അതുകൊണ്ടാണ് വളരെ ഓണസ്റ്റ് ആയിട്ട്, സ്പാം ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് അഡ്വൈസ് നൽകിയതിന്
ഡിറ്റോ ഇൻഷുറൻസിനെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഡിറ്റോ ഇൻഷുറൻസ് നിങ്ങളുടെ ഒരു സ്വകാര്യ ഇൻഷുറൻസ് ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന സെറോദ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണ്? കൺസൾട്ടേഷൻ, കോൾസ്, ക്ലെയിം സപ്പോർട്ട് എന്നിവയെല്ലാം നിങ്ങൾക്ക് 100% ഫ്രീ ആണ്. നിങ്ങളുടെ ക്ലെയിം എപ്പോഴെങ്കിലും റിജക്റ്റ് ആയാൽ എല്ലാ പേപ്പർ വർക്കുകളും 24/7 ക്ലെയിം സപ്പോർട്ട് ഉപയോഗിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് പറയാം. മറ്റ് ഇൻഷുറൻസ് ഏജന്റുമാരിൽ നിന്ന് വ്യത്യസ്തമായി അവരൊരിക്കലും നിങ്ങളെ സ്പാം കോൾ ചെയ്യില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോളിസി വാങ്ങാം. അതിനാൽ ടെൻഷൻ ഇല്ലാതെ ഒരു സൗജന്യ കൺസൾട്ടേഷൻ കോള് ബുക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. നിങ്ങൾ പറയുന്ന സമയത്തായിരിക്കും അവർ വിളിക്കുക. മറ്റുള്ളവരെ പോലെ സ്പാം കോളുകൾ ചെയ്യില്ല. എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിറ്റോയുടെ വെബ്സൈറ്റും കൺസൾട്ടേഷൻ സൗകര്യവും ഒക്കെ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക. ഒരു ഫ്രീ കൺസൾട്ടേഷൻ കോള് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. PR കിട്ടണമെങ്കിൽ ഇത്രയൊന്നും പോരാ, കുറെ കൂടെ നാളെ നിൽക്കണം. അങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ജോലി ഉണ്ടാവണം, ഇത്ര സാലറി ഉണ്ടാകണം. അതായത് PR കിട്ടില്ല, സിറ്റിസൺഷിപ്പ് പ്രതീക്ഷിക്കുകയേ വേണ്ട, ജീവിതകാലം മുഴുവൻ അവിടെ നിന്നാലും മരിക്കാൻ നേരത്ത് ചിലപ്പോൾ തരാം എന്നുള്ള രീതിയിൽ അതിശയോക്തി പറഞ്ഞതാണ്. ഈ രീതിയിൽ നിയമങ്ങൾ ഘടിപ്പിക്കുകയാണ്. ഇന്ത്യക്കാർക്കെതിരെയുള്ള നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും കൂടെയാണ്. അവരുടെ മനോഭാവങ്ങൾ തിരിയുകയാണ്. ഇന്ത്യക്കാർ മുഴുവൻ ഓടിക്കണമെന്നുള്ള രീതിയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്കും കൂടെ UK വലിയ റാലികളൊക്കെ നടന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചു കൂടിയത്, അവിടുത്തുകാർ. വാഴ 2 സിനിമയിലൊക്കെ UK അവസ്ഥ എന്ത് എന്ന് ഇപ്പോഴാണ് കേരളത്തിലുള്ളവർക്ക് സിനിമകളിലൂടെ ആണെങ്കിലും കത്തി വരുന്നത്. എന്നാൽ ഒരു 4-5 വർഷം മുമ്പേ തന്നെ ഇതിനേക്കാൾ മോശമാണ് അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എണ്ണമില്ലാത്ത വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അന്നൊക്കെ പലർക്കും ഇത് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞതൊക്കെ വളരെ കുറവായിരുന്നു. അതിനപ്പുറമാണ് സംഭവിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാവുന്നുണ്ട്. ആ സിനിമയിൽ അവർ ആൺപിള്ളേരാണ്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ഇങ്ങനെ പഠിക്കാൻ പോകുന്നത്. അവരതിജീവിക്കാൻ വേണ്ടി ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നത് എന്നും നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. നടക്കുന്ന കാര്യങ്ങളാണ്. കുറേയധികം ആളുകൾ, എല്ലാവരുമല്ല, പെൺകുട്ടികളടക്കം ഇവിടെ നിന്ന് കയറി പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ളതുപോലെ അവിടെയൊക്കെ ജീവിക്കാം എന്നും കൂടെ കരുതിയിട്ടാണ്. പക്ഷേ അങ്ങനെ പോകുന്നവരിൽ ഭൂരിഭാഗവും അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇഷ്ടപ്രകാരമല്ല, ചൂഷണത്തിന് വിധേയരായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത് എന്ന് മാത്രം. നിങ്ങൾ ആ സിനിമയിലെ സിറ്റുവേഷൻ വെച്ച് തന്നെ നോക്കുക. അതിലെ 2 ആൺപിള്ളേരുടെ സ്ഥാനത്ത് 2 പെൺപിള്ളേരാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതൊക്കെ പണ്ടേ നമ്മൾ പറഞ്ഞതാണ്. ഒരു 100 പേര് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിലൊരു 2-3 പേര് രക്ഷപ്പെടുന്നുണ്ടാവും. അവർ നല്ല മാർക്കോടെയും അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിപ്പോകുന്നവരുണ്ട്. എന്നാൽ ഭൂരിഭാഗം അങ്ങനെയല്ല. വെറുതെ ഒരു +2 കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ടെസ്റ്റും പാസ്സായി കഴിഞ്ഞ് വേറെ രാജ്യത്ത് അങ്ങ് ചെന്നാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നതിനേക്കാൾ വലിയൊരു മണ്ടത്തരം വേറെ ഒന്നുമില്ല. ഇവിടെയുള്ള രക്ഷിതാക്കൾക്കാണെങ്കിലും എല്ലാം വിറ്റ് പണയപ്പെടുത്തി ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി. ഇവിടെയുള്ള അവരും കടക്കണിയിലേക്ക് പോകും, മറ്റവരും രക്ഷപ്പെടില്ല. പക്ഷെ നാട്ടുകാരുടെ മുൻപിൽ മകൻ അല്ലെങ്കിൽ മകള് കാനഡയിലാണ്, UK-യിലാണ്, ജർമ്മനിയിലാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾ ഏത് രാജ്യത്താണ് എന്നുള്ളതല്ല, നിങ്ങൾ അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ ആണെങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് മാർക്ക് വീഴുന്ന കാലം വന്നു കഴിഞ്ഞു. സ്വന്തം നാട്ടിൽ മേലെങ്കിൽ ഒരു പണിയും ചെയ്യില്ല, വിദേശത്ത് പോയിട്ട് എത്ര മോശമായ ജോലികളും ചെയ്യും. അത് മോശം ജോലികളല്ല, അവിടെ വലിയ മാന്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തുകാർ അത് ധാരാളമായിട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്നത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം പറയാം. നിങ്ങൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും വലിയ ജോലിയൊന്നും ഇല്ലാതെ അത്ര നല്ല പൊസിഷനിലോ വലിയ ധനികനായിട്ടോ അല്ല നിങ്ങൾ അവിടെ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ പുറത്തു നിന്ന് വന്ന ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾ അവിടെ 2ാം തരം പൗരന്മാർ തന്നെയാണ്. അത്ര പോലും ഇല്ല. ഒരു ബംഗാളി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവൻ അതിലധികം വില കിട്ടുന്നുണ്ട് എന്ന് പറയാം കേരളത്തിൽ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ വിദേശഭ്രമത്തിന്റെ അടിസ്ഥാനം. ഇനി സംഭവിക്കാൻ പോകുന്നത്, രാജ്യസ്നേഹം പലർക്കും കൂടിയിട്ട് കൂട്ടത്തോടെ ആളുകൾ തിരിച്ചു വരാൻ പോവുകയാണ്. അതായത് വേറെ പറയാനായിട്ട് വഴിയൊന്നുമില്ല. നാട് തന്നെയാണ് നല്ലത്, അവിടെ ഈ പറയുന്നത് പോലെയൊന്നുമല്ല, നമുക്ക് നാട് മതി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത ബാധ്യതകളിലോടും ഒന്നും തിരിച്ചടയ്ക്കാതെ തന്നെ ഭൂരിഭാഗം ഇങ്ങനെ പഠിക്കാൻ പോയ സ്റ്റുഡന്റ് വിസയിൽ പോയവരാണെങ്കിലും ഒക്കെ യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി. ഇനി അത് വളരെ അധികം കൂടാൻ പോവുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്രയും നാളുകൊണ്ട് കീശ വീർപ്പിച്ച് അവര് വരുന്നത് വളരെ കുറഞ്ഞു, പോകുന്നവർ തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് വലിയ സാധ്യതയുമില്ല. പണിക്കൂലിയും കൂടിയിട്ടുണ്ട്. വിദേശത്ത് എന്ത് ജോലിക്കും മാന്യതയുണ്ട് എന്ന് പറയുന്ന ഇങ്ങനെ പോയവരൊക്കെ നാട്ടിൽ വന്നിട്ടും ഈ ജോലികൾക്ക് അന്തസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ തയ്യാറാകും. അല്ലാതെ രക്ഷ ഉണ്ടാകില്ല. കാരണം നിലവിൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? ഇവിടെ ഉള്ളവർ തന്നെ കഷ്ടപ്പെടുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂട്ടത്തോടെ മലയാളികൾ തിരിച്ചു വരാൻ പോവുകയാണ്. ഇതൊന്നും ദഹിക്കാത്തവർ ഇനി ഓരോ മാസങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വാർത്തകളിൽ കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളും. UAE പിടിച്ചു നിൽക്കും, ദുബായ് ഇത് കുറെ കണ്ടതാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ അവിടുത്തുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവിടെ പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്?
പ്രശ്നം മുഴുവൻ അവിടെ ചെന്ന് പണിയെടുക്കുന്ന മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസി സമൂഹത്തിനാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ, വർഷങ്ങളല്ല പറഞ്ഞത്, വലിയ തോതിൽ റിവേഴ്സ് മൈഗ്രേഷൻ, അതായത് പാശ്ചാത്യ രാജ്യ സ്വപ്നം കണ്ടു പോയവരിൽ നല്ലൊരു ഭാഗവും തിരിച്ചു വരേണ്ട അവസ്ഥ വരും. ഗൾഫിൽ പ്രശ്നങ്ങൾ വരികയാണ്, അവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരുന്ന സാഹചര്യം വരും. ആകെ ഒരു ആശ്വാസമുള്ളത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളത് മാത്രമാണ്. വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സാധാരണ ജോലികൾ ചെയ്യാൻ സ്റ്റാറ്റസ് പോരെന്ന് പറഞ്ഞിട്ടാണ് പുറത്തു പോയതൊക്കെ ചെയ്യുന്നത്. എന്നാൽ നാട്ടിൽ എല്ലാ ജോലികൾക്കും മാന്യതയുണ്ടെന്ന് പറഞ്ഞ് അത് ചെയ്തു തുടങ്ങാനായിട്ട് ഇവർക്കൊക്കെ ഒരു വിദേശ ട്രിപ്പ് ആവശ്യമായിട്ട് വന്നു എന്നുള്ളതാണ്. അതാണ് ഇനി നടക്കുന്നത്. നിങ്ങൾ ഏത് വിദേശ രാജ്യത്താണെന്നും പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതിലാണ് കാര്യം. ലോകത്തിലെ ഏറ്റവും നല്ലൊരു സിറ്റിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും അവിടുത്തുകാർക്കൊപ്പം അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനമൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, പണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോ ഇട്ട് ആളുകൾ മാർക്ക് വീഴുന്ന കാലമൊക്കെ പോയി. ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. യൂറോപ്പിൽ നിന്നും ഇന്ത്യക്കാരെ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ യൂറോപ്പ് ഒരു സിമ്പലാണ്. യൂറോപ്പ് മാത്രമല്ല, യൂറോപ്പിന് പുറത്ത് ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഒക്കെ ഇവിടെ നിന്നൊക്കെ ഓടിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് യൂറോപ്പിലെ രാജ്യങ്ങളിലുമാണ് ഇങ്ങനെ ഇന്ത്യക്കാർക്കെതിരെയുള്ള മനോഭാവങ്ങൾ. പ്രധാനമായിട്ട് UK, അതുപോലെ അയർലൻഡ്, ജർമ്മനി, UK പല സിറ്റികളും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബംഗാളികൾ ആലുവ പെരുമ്പാവൂരിലൊക്കെ എങ്ങനെ മോശമാക്കുന്നു അതിനേക്കാൾ മോശമാക്കിയിട്ടാണ് ഇന്ത്യക്കാർ ഈ UK പല സിറ്റികളും ആക്കിയിട്ടിരിക്കുന്നത്. മലയാളികൾ പിന്നെയും ഭേദമാണെന്ന് പറയേണ്ടി വരും. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, അതുപോലെയുള്ള രാജ്യങ്ങളിൽ ചെന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ പ്രദക്ഷിണമായിട്ട് പള്ളിപ്പെരുന്നാളാണ്, ഉത്സവമാണെന്നും പറഞ്ഞുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങുക, റോഡ് ബ്ലോക്ക് ആക്കുക. ഈയിടെ ഒരു വീഡിയോ കണ്ടതാണ്, ഒരു പാസ്റ്റർ ബൈബിള് വെച്ചുകൊണ്ട് മൈക്കിലൂടെ ഉറക്കെ സംസാരിക്കുകയാണ്. ഈ ബ്രിട്ടനിലെ ആളുകളെല്ലാം സമാധാനമായിട്ടിരിക്കുന്ന ഒരു വലിയ അപ്പാർട്ട്മെന്റ് ഏരിയയിൽ ചെന്നിട്ട് പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അയാളെയും കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നിട്ട് ഇതേ മൈക്കിലൂടെ അട്ടഹസിക്കുന്നു. അതുപോലെ പൊതുവഴിയിൽ വാഹനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തി നിസ്കരിക്കേണ്ട സമയമാണെന്നും പറഞ്ഞിട്ട് നിസ്കരിക്കുന്നു, റോഡ് ബ്ലോക്ക് ആവുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗണേശോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ റോഡുകളിൽ തേങ്ങ അടിച്ചു കൂട്ടുന്നതിന്റെ വീഡിയോ പണ്ടും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് റോഡ് മുഴുവൻ തേങ്ങ ഉടച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് അവിടുത്തെ പൗരന്മാർ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇന്ത്യക്കാരൊന്നുമില്ല, ഇപ്പൊ ചുറ്റും നോക്കുക എല്ലാം അവരായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് അവർ കാണിക്കുന്നത്. അതായത് അഴയൊക്കെ വലിച്ചു കെട്ടിയിട്ട് തുണി ഇട്ടിരിക്കുന്നതും. അത്രയും നല്ല സ്ഥലത്തൊക്കെ അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു അടുക്കും ചിട്ടയും ഇല്ല, എല്ലാം അലമ്പാക്കുകയാണ്, വഴിയിൽ വേസ്റ്റ് വലിച്ചെറിയുന്നു. അതായത് ഒരു മിനി ഇന്ത്യ പാകിസ്ഥാനൊക്കെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചതല്ല, കാരണം ഫാക്റ്റുകൾ പറയുമ്പോൾ പലർക്കും ബോറടിച്ചു തുടങ്ങും. എങ്കിലും വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. ഗൾഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇറാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ഭാവിയിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം കുറയാൻ പോവുകയാണ്. വാഹനങ്ങളെല്ലാം EVയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് വാഹനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതായത് ഭാവിയിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം ഇല്ലാതാകും. ഇലക്ട്രിസിറ്റിയാണ് ഇനി പ്രധാനമായിട്ട് വേണ്ട ഊർജ്ജം എന്ന് പറയാം. അത് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ടും ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉണ്ട് കുറേയൊക്കെ, പക്ഷെ അത് വളരെ കുറവാണ്. വൈദ്യുതിക്ക് പറഞ്ഞ പോലെ കോളും LNGയും ന്യൂക്ലിയർ എനർജിയും റിന്യൂവബിൾ എനർജി സോഴ്സസും ഒക്കെയാണ്. ക്രൂഡ് ഓയിൽ മാർക്കറ്റ് അങ്ങ് ഡൗൺ ആകുന്നതിന് മുൻപ് മാക്സിമം ലാഭം ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇറാനെ വെച്ച് പല കാര്യങ്ങളും അമേരിക്ക കളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോകളിൽ ചെയ്തതാണ്. അതായത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇപ്പൊ എങ്ങനെയാണ് കൂടി നിൽക്കുന്നത്, പണ്ട് എങ്ങനെയാണ് ഉക്രൈനിൽ പ്രശ്നം വന്നപ്പോൾ പ്രൈസ് കൂടിയത്, അതേപോലെയൊക്കെ തന്നെ ഇറാനിൽ ഈ പ്രശ്നങ്ങൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പെട്രോളിനും ഡീസലിനും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിനും വില കുറയേണ്ട സമയമാണ്. കാരണം ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലോകം EVയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കും അറിയാം. അധിക കാലം ഇത് വെച്ച് കളിക്കാൻ പറ്റില്ല എന്ന്. അതായത് മലയാളികൾ സമ്മതിക്കുന്നില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇനി ഈ ക്രൂഡ് ഓയിൽ എണ്ണ വെച്ചിട്ട് ഒരുപാട് കളിയൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് അവർ പല മേഖലകളിലേക്കും വൈവിധ്യവൽക്കരണം ചെയ്യുന്നത്, ടൂറിസത്തിലേക്കും മറ്റ് പല കാര്യങ്ങളിലേക്കും ഒക്കെ. നിസ്സാരം സൗദി വിഷൻ 2030 അതെന്താണെന്നൊന്ന് എടുത്ത് പഠിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. സൗദിക്ക് പോലും ഇതറിയാം ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. സമ്മതിക്കാത്ത മലയാളികൾ മാത്രമാണ്. അതായത് ഇപ്പോൾ ഉള്ള ഈ സാഹചര്യങ്ങൾ വളരെ വേഗം മാറി മറിയും. നിലവിൽ ഇറാനിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഭാവിയിൽ അവരുടെ വരുമാന സ്രോതസ്സുകൾ കുറയുകയാണ്. അപ്പോഴൊക്കെ ഇവർ ചെലവ് ചുരുക്കാൻ പോകുന്നത് എവിടെയാണ്? ഈ ഒരു ചിത്രം നിങ്ങൾ എടുത്തു നോക്കുക. നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ അവിടെ വന്നു നിൽക്കുന്നവരാണ്. ഇപ്പൊ UAE ഒക്കെ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും വന്നു നിൽക്കുന്നവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്, നല്ലൊരു ഭാഗം മലയാളികളാണ്. അതായത് അവർക്ക് എവിടെയെങ്കിലും ചെലവ് കുറയ്ക്കാനുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? തൊഴിലാളികളുടെ ശമ്പളം കുറയ്ക്കുക, ഇവരെ അങ്ങ് ഒഴിവാക്കുക. സ്വദേശിവൽക്കരണം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എത്ര പോപ്പുലേഷൻ ഉണ്ട്? പല രാജ്യങ്ങളും, സൗദിയൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പല രാജ്യങ്ങളിലും പോപ്പുലേഷൻ വളരെ കുറവാണ്, അവിടുത്തുകാർ കുറവാണ്. സ്വദേശിവൽക്കരണം എന്ന് പറഞ്ഞ് അവരെ തന്നെ ജോലിക്ക് കയറ്റുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇനി പുറത്തേക്ക് പണം പോകുന്നത് തടയുക. ഗൾഫ് രാജ്യങ്ങളുടെ പണം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അവിടെ വന്ന് പണിയെടുക്കുന്നവർ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്.
കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ അത് കുറയ്ക്കുക. നിലവിൽ തന്നെ UAE എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഹോട്ടലുകളൊക്കെ വെറുതെ കിടക്കുകയാണ്, അവിടെ ജോലി ചെയ്തവരൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്, ആരും വരാനില്ല. ദുബായിയുടെ ആ ഒരു ഇമേജ് തന്നെ ഇറാൻ ഇല്ലാതാക്കി. അവിടെ തകർത്തു എന്നല്ല പറയുന്നത്, അവിടെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ അവിടുത്തെ സേഫ്റ്റി, ദുബായിന് സേഫ് അല്ല, ഇൻവെസ്റ്റേഴ്സ് ഹബ് അല്ല. പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളൊക്കെ UAE വെച്ചിരുന്ന വലിയ ഡേറ്റാ സെന്ററുകളൊക്കെ ആക്രമിക്കപ്പെട്ടു, അത് നശിപ്പിക്കപ്പെട്ടു. വരാൻ പോകുന്നത് AI യുഗമാണ്, അത് വന്നു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടന്നിരുന്നത് UAE അതൊന്നും ഇനി ഉണ്ടാവില്ല. അവരൊക്കെ പിൻവലിഞ്ഞു പോവുകയാണ്. ഇതാണ് പറഞ്ഞത് ഗൾഫിന് ഭാവിയില്ല എന്ന്. UAE കാര്യം സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്, നശിപ്പിച്ചു കളഞ്ഞു ഇറാൻ. UAE നിന്ന് എത്ര ബില്യൺ ഡോളറാണ് മറ്റ് പല സ്ഥലങ്ങളിലേക്കും, സിംഗപ്പൂരിലേക്കും ലണ്ടനിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും ഒക്കെ വലിയ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മാറ്റിയത്, ദുബായിൽ നിന്ന് പിൻവലിച്ചത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദുബായിയുടെ നഷ്ടം ഇറാനേക്കാൾ വലുതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പലതും സ്വദേശിവൽക്കരണം, നിദാഖാത്ത് അല്ലെങ്കിൽ കുവൈറ്റൈസേഷൻ, എമിറേറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അവിടുത്തുകാരെ ജോലിക്ക് കയറ്റുമ്പോൾ റിസൾട്ടും വളരെ കുറവാണ്. ഇപ്പം നേഴ്സുമാരൊക്കെ ആയിട്ട് നിൽക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, അവർ നമ്മുടെ നാട്ടിലെ ഒരു പഴയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആളുകൾ വരുന്ന രീതിയിൽ വെറുതെ വന്നു പോകും, ഒരു പണിയെടുക്കില്ല. ഇവരുടെ പണിയും കൂടെ അവരെടുക്കണം, മലയാളി നേഴ്സുമാരെടുക്കണം, എന്നാൽ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു സാഹചര്യമാണ്. ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് വേണം മനസ്സിലാക്കാൻ. കണ്ണടച്ചിരുട്ടാക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം നാളെയും ഉണ്ടാകും എന്നൊരിക്കലും കരുതണ്ട. അത് പ്രവാസികളുടെ കാര്യത്തിൽ മാത്രമല്ല, നാട്ടിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരോടും കൂടെയാണ് പറഞ്ഞത്. മെഡിസിപ്പിന്റെ ഒക്കെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഖജനാവ് കാലിയായി, കടം കൂടുന്നു. കാര്യം നമ്മുടെ GSDPയും കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ GSDP ടു ഡെറ്റ് റേഷ്യോ എങ്ങനെയാണ് കൂടിയത് എന്ന് പഠിക്കുക. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടെ തന്നെ വീടെടുത്ത് ജീവിക്കുന്നവരുണ്ട്. കുറെ കാലം കഴിഞ്ഞ് വയസ്സാകുമ്പോൾ നാട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ പിള്ളേരൊക്കെ പഠിക്കുന്ന അവിടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ സ്കൂൾ ഫീസും റെന്റും ചിലവുകളും ഒക്കെ വല്ലാതെ കൂടിയിരിക്കുകയാണ്. യൂറോപ്പിൽ ജീവിക്കുന്നതിനേക്കാൾ ജീവിത ചെലവ് വരുന്ന രീതിയിലാണ് പല ഗൾഫ് സിറ്റികളിലും ഒക്കെ ഇപ്പോൾ ജീവിത ചെലവ് കൂടിയിരിക്കുന്നത്. ഗൾഫിൽ സാമ്പത്തിക മാന്ദ്യം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സൗദിയും UAEയും ഒക്കെ ഉൾപ്പെടെ അവരുടെ പല വിഷൻ പ്രോജക്റ്റുകളും ഒക്കെ അവർ ഡിലേ ചെയ്യുകയാണ്, പലതും ഒഴിവാക്കുകയാണ്, വെട്ടിക്കുറയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ്? പണമില്ല, ഫ്യൂച്ചർ ഇല്ല, പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഒഴിവാക്കിയാൽ ബാക്കി നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ രാജ്യങ്ങളിലൊന്നും പോപ്പുലേഷൻ തീരെ ഇല്ല. അവർക്ക് സർവൈവ് ചെയ്യാനുള്ളതൊക്കെ അവരുടെ കയ്യിലുണ്ട്. പെട്ടുപോകുന്നത് നമ്മളാണ്. നമ്മൾ UAE എന്ന് വലിയ കാര്യത്തിൽ പറയുന്നു, അവിടുത്തുകാർ അവിടെ എത്ര പേരുണ്ട്? അവിടുത്തെ പൗരത്വമുള്ളവർ ഒരു 12 ലക്ഷം 15 ലക്ഷം മാക്സിമം. നമ്മുടെ ഒരു ജില്ലയിലുണ്ട്, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് ഏകദേശം 50 ലക്ഷം ആളുകളാകാറായി. UAE 1 കോടി ആളുകളുണ്ട്, അതിൽ 90% പ്രവാസികളാണ്. അതിൽ തന്നെ പകുതി ഇന്ത്യക്കാരാണ്, അതിൽ തന്നെ പകുതി മലയാളികളാണ്. ഗൾഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ മലയാളികൾ എന്ന് ചോദിച്ചാൽ ഈ ഡെമോഗ്രാഫിക്സ് എന്താണെന്ന് പഠിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ അല്ല, ഗൾഫിൽ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴാണ് നമ്മൾ കേരളീയര് പേടിക്കേണ്ടത്. അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് അവിടെ നല്ല ജോലിയിൽ, ടെക് മേഖലയിൽ, സിലിക്കൺ വാലിയിൽ ഒക്കെ ജോലി ചെയ്യുന്നവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്, പലരോടും 60 ദിവസത്തിനകം നല്ല ജോലിയിലേക്ക് അല്ലെങ്കിൽ ഇത്ര സാലറിയിലേക്ക് വന്നില്ലെങ്കിൽ വിട്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത്. H1B വിസ, അതുപോലെ ഗ്രീൻ കാർഡ്, സ്പോൺസറെ കണ്ടെത്തുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ അമേരിക്കയിൽ വരുന്ന ചേഞ്ചുകൾ ഇന്ത്യക്കാരെ എത്രമാത്രം ബാധിക്കും അത് പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദും ചെന്നൈയിലും ഒക്കെ വലിയ MNCകളിൽ, ആമസോണിലാണ്, ഗൂഗിളിലാണ്, മെറ്റയിലാണ് ജോലി ചെയ്യുന്നതൊക്കെ വലിയ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അവരെ പോലും, നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരെ പോലും കൂട്ടത്തോടെയാണ് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. AI എന്ന് പറയുന്ന കാര്യമൊന്നും വരുത്തുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഓരോ ദിവസവും 10,000 ആളുകളെയാണ് ടെക് മേഖലയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സെറോദ ബാക്ക്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സ്വകാര്യ ഇൻഷുറൻസ് ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഡിറ്റോ എന്ന് പറയാം. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ കോള് ബുക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.